ഒരു എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കുന്ന പവർ ഡ്രൈവ് വീലുകളിലേക്ക് എത്തുന്നതിന് മുൻപ് ട്രാൻസ്മിഷനിലൂടെ ഒഴുകുന്നു. വീലുകൾക്ക് ലഭ്യമാവുന്ന വേഗതയും ടോർക്ക് അഥവാ വീലുകളെ റൊട്ടേറ്റ് ചെയ്യിക്കാനുള്ള ബലവും ഹൈവേകളിലോ ഹെവി ട്രാഫിക് സന്ദർഭങ്ങളിലോ ഡ്രൈവറുടെ ഇഷ്ടാനുസരണം കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ട്രാൻസ്മിഷന്റെ പ്രധാന ധർമ്മം. ഒരു കയറ്റം കയറുന്ന സാഹചര്യത്തിൽ അവിടെ കൂടുതൽ ടോർക്ക് ആവശ്യമായി വരുന്നു. അതുകൊണ്ട് ട്രാൻസ്മിഷനിലുള്ള സ്പീഡ് കുറച്ച് ഒരു നിശ്ചിത പവറിൽ ഉയർന്ന ടോർക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ടോർക്കിന്റെ ആവശ്യകത കുറയുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് ട്രാൻസ്മിഷൻ സ്പീഡ് കൂട്ടാനും സാധിക്കുന്നു. ഗിയർ റേഷ്യോനെ അടിസ്ഥാനമാക്കിയാണ് മാനുവൽ ട്രാൻസ്മിഷൻ വർക്ക് ചെയ്യുന്നത്. ഈ റിലേഷൻ പ്രകാരം ഫസ്റ്റ് ഗിയറിന്റെ ഗിയർ റേഷ്യോ കൂടുതലായതുകൊണ്ട് അത് നൽകുന്ന വേഗത കുറവായിരിക്കും, എന്നാൽ ടോർക്ക് കൂടുതലായിരിക്കും. നിർത്തിയിട്ടിരിക്കുന്ന വാഹനത്തെ സ്റ്റാർട്ട് ചെയ്യുന്ന സന്ദർഭങ്ങളിൽ സ്റ്റാറ്റിക് ഇനേർഷ്യ അഥവാ നിശ്ചല ജഡത്വം കൂടുതലായതിനാൽ ടോർക്ക് കൂടുതൽ നൽകാനാവുന്ന ഗിയറായ ഫസ്റ്റ് ഗിയറിനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത്. ലോവർ ഗിയറുകളിൽ ഗിയർ റേഷ്യോ കൂടുതലായതിനാൽ ഒരു ഗിവൺ റോഡ് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യിക്കാൻ എഞ്ചിന്റെ RPM അഥവാ റെവല്യൂഷൻസ് പെർ മിനിറ്റ് വളരെ കൂടുതലായിരിക്കും. അതായത് എഞ്ചിൻ സ്പീഡ് കൂടുതലായിരിക്കും. ഇത് അങ്ങനെ ഫ്യൂൽ കൺസംഷൻ കൂട്ടാനും കാരണമാക്കുന്നു. ഒരു കോൺസ്റ്റന്റ് മെഷ് ട്രാൻസ്മിഷനിൽ എഞ്ചിനുമായി കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഇൻപുട്ട് ഷാഫ്റ്റും ഗിയർ ബോക്സിൽ നിന്ന് ആവശ്യമായ വേഗതയും ടോർക്കും ഡ്രൈവ് വീലുകളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഔട്ട്പുട്ട് ഷാഫ്റ്റും ഇവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കൗണ്ടർ ഷാഫ്റ്റും കാണപ്പെടുന്നു. ഇവിടെ ഔട്ട്പുട്ട് ഷാഫ്റ്റിലെ ഗിയറുകൾ സ്വതന്ത്രമായി റൊട്ടേറ്റ് ചെയ്യപ്പെടുന്നു. എന്നാൽ ഒരു ഡ്രൈവർ ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുന്നതിലൂടെ ഒരു മൂവബിൾ കണക്ടർ മുഖേന ഗിയറിനെയും ഔട്ട്പുട്ട് ഷാഫ്റ്റിനെയും ബന്ധിപ്പിക്കുന്നത് വഴി ഔട്ട്പുട്ട് ഷാഫ്റ്റ് ആ പെർട്ടിക്കുലർ ഗിയറിന്റെ വേഗതയിൽ കറങ്ങുകയും ഇതിനെ വാഹനത്തിന്റെ വീലുകളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു.